നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 171 എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര നടിയും ഗായികയുമൊക്കെയായ ശ്രീമതി ശ്രീലത നമ്പൂതിരിയെക്കുറിച്ചിട്ടാണ്. കലാകേരളത്തിന്, സിനിമയ്ക്ക് അവരുടെ സംഭാവനകൾ വളരെ വലുതാണ്. അഭിനയത്തെക്കാൾ ഉപരി സംഗീത സബരിയിലാണ് എൻ്റെ ഇഷ്ടം കൂടുതൽ. ഏകദേശം 300ഓളം ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ച ഒരു പ്രതിഭ. KPSCയിലെ തുടക്കവും അതിലൂടെ 9-ാം വയസ്സിൽ പാട്ടുപാടി തുടങ്ങി. പിന്നീട് ശ്രീ തോപ്പിൽ ഭാസിയുടെ അനുഗ്രഹത്തോടെ അഭിനയിക്കാനും തുടങ്ങിയ പ്രശസ്ത നടിയാണ് ശ്രീമതി ശ്രീലത. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തമ്പാനൂരിലെ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ ശ്രീമതി ശ്രീലതയുടെ കച്ചേരി ഉണ്ടായി. അപ്പോൾ അവിടെ ആരുടെ കച്ചേരി നടത്തിയാലും മൃദംഗം വായിക്കുന്നത് പത്മശ്രീ മാവേലിക്കര കൃഷ്ണൻകുട്ടി ചേട്ടനായിരുന്നു. വളരെ ആദരവോടെയും ബഹുമാനത്തോടെയും കൂടിയേ അദ്ദേഹത്തെ നമുക്ക് കാണാനാവും. ആ അനുഭവങ്ങൾ ഞാൻ പിന്നീട് വിവരിക്കാം. അപ്പോൾ അവിടെ ഉത്സവത്തിന് വരുന്ന ഉത്സവത്തിൻ്റെ പ്രധാന കലാപരിപാടി എന്ന് പറയുന്നത് സംഗീത കച്ചേരിയാണ്. ഭാരതരത്ന നേടിയ MS സുബ്ബലക്ഷ്മി മുതൽ കുന്നക്കുടി വൈദ്യനാഥൻ, ഡോക്ടർ KJ യേശുദാസ്, സംഗീത സംവിധായകൻ ജയചന്ദ്രൻ, MG രാധാകൃഷ്ണൻ, അങ്ങനെ നിരവധി പേർ. 60-70 വർഷം കൊണ്ട് 10-70 പേരുടെ ലിസ്റ്റ് ഇവിടെ പറയാൻ പറ്റില്ല. എങ്കിലും ഞാൻ ജനിച്ചു വളർന്ന മണ്ണിൽ തമ്പാനൂർ അയ്യപ്പക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുന്നത് എന്തുകൊണ്ടും മനസ്സിൽ മറക്കാവതല്ല. അവിടുത്തെ പോസ്റ്ററുടെ അലങ്കാര മത്സരങ്ങളൊക്കെ വളരെ കേമവും ഗംഭീരവുമായിരുന്നു. അങ്ങനെ ശ്രീമതി ശ്രീലതയുടെ കച്ചേരി നടക്കുന്ന ദിവസം കച്ചേരിക്ക് മുമ്പേ തൊട്ടടുത്തുള്ള ഒരു മേനോൻ സാർ, ഒരു ബിസിനസ്മാൻ്റെ വീടുണ്ട്. അവിടെയാണ് കലാകാരികളെയും കലാകാരന്മാരെയും കൊണ്ടുവന്നാൽ ആ വീട്ടിലാണ് ഇരുത്തുക, അവരുടെ സിറ്റ് ഔട്ടിൽ. അപ്പോൾ അതിന് തൊട്ടടുത്തായിട്ടാണ് ഈ സ്റ്റേജ്. ചെറിയൊരു സ്റ്റേജ്, പക്ഷെ അലങ്കാരം ഭയങ്കരമാണ്. അങ്ങനെ കച്ചേരി തുടങ്ങുന്നതിന് മുന്നേ മെനമാമൻ്റെ വീട്ടിൽ കയറി സംസാരിക്കുക പതിവാണ്. എൻ്റെ കുടുംബവുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ശ്രീ മാവേലിക്കര കൃഷ്ണൻകുട്ടി നായർ, കൃഷ്ണൻകുട്ടി ചേട്ടൻ വളരെ സ്നേഹത്തോടെ വിളിച്ചിട്ട് പറഞ്ഞു, ഇടോ, തനിക്ക് ശ്രീലതയെ പരിചയപ്പെടണ്ടേ? ഞാൻ പറഞ്ഞു, എന്ത് പറഞ്ഞാൽ പരിചയപ്പെടേണ്ടത്? താൻ എന്നും വന്ന് എല്ലാ കച്ചേരികളും കേൾക്കുകയും കച്ചേരിയെക്കുറിച്ചിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നതല്ലേ? ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ശിഷ്യയാണ് എന്ന് പറഞ്ഞപ്പോൾ ശ്രീലത ഒന്ന് ചിരിച്ചു. നീല കളറുള്ള പട്ടുസാരിയും കൈ നിറയെ സ്വർണ്ണ വളകളും അണിഞ്ഞ് അതിന് മാച്ച് ചെയ്യുന്ന ബ്ലൗസുമൊക്കെ ഇട്ട് തലമുടി ഒതുക്കി കെട്ടി ഒരു സൗന്ദര്യ ദർശനം പോലെ വളരെ ഉന്മേഷത്തോടെ ഇരിക്കുന്ന ശ്രീലതയാണ് എൻ്റെ മനസ്സിൽ. അങ്ങനെ നിനക്കെന്തെങ്കിലും സംസാരിക്കൂ. അപ്പോൾ എന്താണ് സംസാരിക്കേണ്ടത്? ആദ്യമായി കാണുന്ന ഒരാളിനോട് സിനിമ അഭിനയവും കാര്യങ്ങളും ഒക്കെ പറയുന്ന ഇത്തരണത്തിൽ അത്ര നന്നല്ല എന്ന് തോന്നി. അപ്പോൾ എന്നോട് ചോദിച്ചു, എൻ്റെ അഭിനയമാണോ ഇഷ്ടം, സംഗീതമാണോ ഇഷ്ടം? ഒരു സംശയവും വേണ്ട, സംഗീതമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതെന്താ, എൻ്റെ അഭിനയം ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെയൊക്കെ നോക്കിയെന്ന് ചിരിച്ചു.
ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല, പക്ഷേ നിങ്ങളുടെ പാട്ടുകളാണ് എനിക്ക് കൂടുതലിഷ്ടം. 10-30 ചിത്രങ്ങൾ അവർ പാടിയിരിക്കുന്നു. നല്ല കണ്ഠശുദ്ധി, നല്ല സ്വരം. എന്തുകൊണ്ടും മലയാള സിനിമയിൽ ഒട്ടനേകം പാട്ട് പാടേണ്ടിയിരുന്ന ഒരു കലാകാരി. അഭിനയവും പാട്ടും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴും അവരിലെ നന്മയെ നമുക്ക് മറക്കാൻ കഴിയില്ല. അവരുടെ ഭർത്താവായ ശ്രീ നമ്പൂതിരിയുമായി എനിക്ക് അടുത്ത സൗഹൃദമുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിന്നും എൻ്റെ വീട്ടിൻ്റെ അടുത്ത് നിന്നും ധർമാലയം റോഡ് എന്ന സ്ഥലത്തുള്ള അന്തരിച്ച ശ്രീ പുളിമൂട് ഭാസ്കരൻ നായരുടെ ഭാസ്കര ടൂറിസ്റ്റ് ഹോം എന്നുള്ള ആ ടൂറിസ്റ്റ് ഹോമിൽ കുറേ കാലം നമ്പൂതിരി താമസിക്കുന്ന അവസരത്തിൽ ഞാൻ അദ്ദേഹവുമായി സംസാരിക്കുകയും സിനിമയെ പറ്റിയിട്ടൊക്കെ ചർച്ചകളുമൊക്കെ ചെയ്തിട്ടുണ്ട്. ശ്രീലതയുടെ കച്ചേരിക്ക് വന്നപ്പോഴും മുൻപന്തിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹം ഇല്ലെങ്കിലും ഒരു തികഞ്ഞൊരു കലാകാരനും ഒരു ഡോക്ടറൊക്കെയാണ്. നല്ല വശ്യമായ പുഞ്ചിരിയും വശ്യമായ പെരുമാറ്റവും. അന്ന് അവിടുത്തെ കച്ചേരിക്ക് വരുമ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്പൂതിരി ശ്രീലതയെ കല്യാണം കഴിച്ചിട്ടില്ല. അതിനുശേഷമാണ് കല്യാണമൊക്കെ നടക്കുന്നത്. അപ്പോൾ ഞാൻ കൃഷ്ണൻകുട്ടി ചേട്ടനോട് പറഞ്ഞു, വിഡിത്തമാണെങ്കിലും ഒരു രാഗത്തെക്കുറിച്ച് ചോദിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ചിരിച്ചു. അപ്പം ശ്രീലത എന്നെ നോക്കി ചിരിച്ചിട്ട്, രാഗങ്ങളെ പറ്റിയിട്ടൊക്കെ അറിയാമോ? അയ്യോ, എനിക്ക് അത്ര പിടിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്, എന്നാലും പറയൂ. ഞാൻ പറഞ്ഞ്, കാമ്പോജിയിലുള്ള 1-2 കീർത്തനങ്ങൾ പാടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ എന്നെ നോക്കിയൊന്ന് ചിരിച്ചു. ശ്രമിക്കാം ഞാൻ എന്ന് പറഞ്ഞു. കച്ചേരി തുടങ്ങുന്നതിന് മുന്നുള്ള ഒരു ടെൻഷനുണ്ടല്ലോ, അത് സദസ്യരുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില രീതികളൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ പരിശ്രമിക്കാം എന്നവർ പറഞ്ഞു, ഒരു മടിയും കൂടാതെ. പഴയ കാലവും പുതിയ കാലവുമൊക്കെ ഓർത്തെടുത്ത് ആ വലിയ കലാകാരി 1946 മാർച്ച് 15 ആലപ്പുഴ ജില്ലയിലെ കരുവാറ്റയിൽ വസന്ത എന്ന ശ്രീലത ജനിച്ചു. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ KPAC-യിൽ അംഗമാകുകയും നാടകഗാനങ്ങൾ പാടുകയും ചെയ്തു. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തോപ്പിൽ ഭാസിയുടെ നാടകത്തിൽ അഭിനയത്തുടക്കം. നാടക അഭിനയ സമയത്ത് തന്നെ ദക്ഷിണാമൂർത്തിയുടെ കീഴിൽ സംഗീതം അഭ്യസിച്ചു. 1967 ഇറങ്ങിയ ഖദീജ ആയിരുന്നു ഇവരുടെ ആദ്യ ചിത്രം. 30ഓളം സിനിമകളിൽ 300ഓളം സിനിമകളിൽ അഭിനയിച്ച ഇവർ കൂടുതലും ഹാസ്യവേഷങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അടൂർ ഭാസ്കർ ശ്രീലത ജോഡികൾ പ്രേക്ഷകർ ഏറെ സ്വീകരിച്ചു. 30ഓളം സിനിമകളിൽ പാടിയിട്ടുണ്ട്. നടനും ആയുർവേദ ഡോക്ടറുമായ കാലടി പരമേശ്വരൻ നമ്പൂതിരിയെ വിവാഹം ചെയ്തു. അതിൽ 2 മക്കളുണ്ട്. 2006 പതാക എന്ന സിനിമയിലൂടെ വീണ്ടും അഭിനയ രംഗത്ത് വന്നു. ഇപ്പോഴും അഭിനയം തുടരുന്നു. വളരെ ഹൃദ്യവും വളരെ നല്ല പെരുമാറ്റവും അതാണ് അവരുടെ മുതൽക്കൂട്ട്. അന്ന് ഏകദേശം ഒരു 15-18 മിനിറ്റോളം ഞങ്ങൾ സംസാരിച്ചപ്പോൾ എല്ലാം സംഗീതത്തെക്കുറിച്ചായിരുന്നു. ഓരോ രാഗങ്ങളെക്കുറിച്ചും ദക്ഷിണമൂർത്തി സ്വാമി പഠിപ്പിക്കുന്ന രീതിയെക്കുറിച്ചും സിനിമയിൽ പാടിയതിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് ഏകദേശം 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സംഘാടകർ പറഞ്ഞു,
കച്ചേരി തുടങ്ങാൻ സമയമായി. അങ്ങനെ എല്ലാവരും വേദിയിലേക്ക് കയറി. ഗണപതിയെ സ്തുതിച്ചുകൊണ്ടുള്ള സ്തുതിയോടെ കച്ചേരി ആരംഭിക്കുമ്പോൾ ഒരു ഇരുത്തം വന്ന ഗായിക ഒരു 3-3.5 മണിക്കൂർ സമയം അവരുടെ ആലാപന മികവ് ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നു. കച്ചേരി നടക്കുമ്പോഴും നിറഞ്ഞ സദസ്സിൽ അവരുടെ ഓരോ കീർത്തനങ്ങളും കേൾക്കുമ്പോൾ ശരിക്കും നല്ല ജ്ഞാനമുള്ള ഒരു ഗായിക എന്നെനിക്ക് തോന്നി. അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്. അഭിനേത്രി എന്നതിനേക്കാൾ ഉപരി ഗായിക എന്ന നിലയിൽ കൂടുതൽ അവർ തിളങ്ങുമായിരുന്നില്ലേ എന്നെനിക്ക് തോന്നി. 3-3.5 മണിക്കൂറത്തെ കച്ചേരി കഴിഞ്ഞ് തൊഴുകൈയോടെ സ്റ്റേജിൽ നിന്നും ഇറങ്ങുമ്പോൾ കൃഷ്ണൻകുട്ടി ചേട്ടൻ എന്നോട് പറഞ്ഞു, എടോ, കാമ്പോജിയിലുള്ള 1-2 കീർത്തനങ്ങൾ ശ്രീലത പാടിയിട്ടുണ്ട്, എന്താണ് അഭിപ്രായം എന്ന് എന്നോട് പറയണം കേട്ടോ. ശ്രീലത ചോദിച്ചു, ഞാൻ പാടിയ കീർത്തനങ്ങളെക്കുറിച്ചിട്ട് എപ്പോഴെങ്കിലും കാണുമ്പോൾ ചോദിക്കണം എന്ന്. നീ മിടുക്കനാ എന്ന് പറഞ്ഞ് അദ്ദേഹം എൻ്റെ തോളിൽ തട്ടി. അപ്പോൾ തന്നെ രാത്രി ഏകദേശം 12:30-1 മണിയോട് അടുപ്പിച്ചിരിക്കുന്നു. അവരും വയലിനിസ്റ്റും എല്ലാവരും ചേർന്ന് കാറിൽ കയറി പോകാൻ പോകുമ്പോൾ അവർ എന്നെ നോക്കി 2 കൈയും കുപ്പിത്തൊഴുതു. ആ വിനയം, ആ ഒരു പെരുമാറ്റം നാം വലുതോ ചെറുതോ എന്നല്ല, ഒരു കലാകാരന് കിട്ടുന്ന ഒരു വലിയൊരു അംഗീകാരമാണ് മറ്റുള്ളവർ അതേക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത്. അത് ഉൾക്കൊള്ളാനും അതിനെ അംഗീകരിക്കാനുമുള്ള ഒരു മനസ്സ് ഉണ്ടെങ്കിൽ വിജയം സുനിശ്ചിതമാണ്. അന്ന് രാത്രി കച്ചേരി എല്ലാം കഴിഞ്ഞ് പോയ ശേഷം ദിവസങ്ങൾ കഴിഞ്ഞ് കൃഷ്ണൻകുട്ടി ചേട്ടനെ കാണുമ്പോൾ ഒരു പുഞ്ചിരി. അന്ന് ശാന്തിനഗറിലാണ് അദ്ദേഹം താമസിക്കുന്നത്, അദ്ദേഹവും കുടുംബവും. രാഷ്ട്രീയ ആചാര്യൻ ശ്രീ EMS നമ്പൂതിരിപ്പാടിൻ്റെ വീടിന് അടുത്തായിട്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെയും വീട്. നമുക്ക് നടന്നുപോയി കാണാവുന്ന അത്രയും ദൂരം, ഒരു 15 മിനിറ്റുള്ള നടത്ത എൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ ഒരുപാട് തവണ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. എത്രയോ കാലത്തിന് ശേഷം ഒരിക്കൽ കണ്ടപ്പോൾ വഴിയേരിയിൽ അങ്ങനെ നിൽക്കുന്നു, ആരെയോ കാത്ത് നിൽക്കുമ്പോൾ ഞാൻ ചോദിച്ചു, എന്നെ കണ്ടോണ്ട് ചെന്ന്, നീങ്ങി വാ, ഒരു കാര്യം പറയാനുണ്ട്. അന്ന് നിന്നോട് ചോദിച്ചില്ലേ കാമ്പോജിയിൽ പാടിയ ആ കീർത്തനങ്ങളെക്കുറിച്ചിട്ട് നിൻ്റെ അഭിപ്രായം പറയണമെന്ന്. ഇടയ്ക്ക് അവരെ ഞാൻ കണ്ടിരുന്നു, ശ്രീലതയെ കണ്ടിരുന്നു. അപ്പോൾ നിൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ മറുപടി ഇതാണ്: സംഗീതത്തെക്കുറിച്ച് അറിയുന്നവർ, സംഗീതം ആസ്വദിക്കുന്നവർ, സംഗീതത്തെ ആരാധിക്കുന്നവർ നമ്മുടെ അല്ലെങ്കിൽ എൻ്റെ കച്ചേരി കേൾക്കുമ്പോൾ അതിൽ ഭാഗഭാക്കാക്കുക എന്നത് ശ്ലാഘനീയം തന്നെ. അന്ന് അവിടെ വെച്ച് സംസാരിച്ച് പോകുമ്പോൾ സ്റ്റേജിൽ കയറിയിരിക്കുമ്പോൾ വരെ കാമ്പോജിയിലുള്ള ഏതൊക്കെ കീർത്തനങ്ങൾ പാടണം എന്ന് മനസ്സിനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്തായാലും നല്ലത് പറഞ്ഞതിന് നന്ദി എന്നാണ് ശ്രീലത എന്നോട് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ ഓരോ കച്ചേരികൾ ഓരോരുത്തർ അവതരിപ്പിക്കുമ്പോഴും അവിടുത്തെ സമൂഹം വളരെ ബഹുമാനത്തോടെയും വളരെ നല്ല രീതിയിലും അവരെ കൊണ്ടുപോവുകയും ഉൾക്കൊള്ളുകയും ചെയ്ത പാരമ്പര്യമാണ്. അന്ന്
അവിടെ വെച്ച് കണ്ട ശേഷം പിന്നീട് ഞാൻ മദ്രാസിൽ വെച്ച് വാഹിനി സ്റ്റുഡിയോയുടെ മുന്നിലൂടെ കാറിൽ യാത്ര ചെയ്യുന്ന ശ്രീലതയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു നല്ല കലാകാരി, ഒരു വലിയ കലാകാരി. ഇനിയും ഇനിയും ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിക്കട്ടെ. അതിനേക്കാൾ ഉപരി ഒരുപാട് കച്ചേരികൾ നടത്തട്ടെ. കച്ചേരികൾ, ആ നാദധാര അത്ര സുന്ദരമാണ്. ഈ അവസരത്തിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.